നമസ്കാരം. അഗാരിക്കസ് മലയാളത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ടൈപ്സ് ഓഫ് ഇമ്മ്യൂണിറ്റി ആണ്. ടൈപ്സ് ഓഫ് ഇമ്മ്യൂണിറ്റി രണ്ട് ടൈപ്പ് ഉണ്ട്. ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയും അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റിയും. ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്നുള്ളത് നോൺ സ്പെസിഫിക് നേച്ചർ ആണ്. അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്നുള്ളത് സ്പെസിഫിക് നേച്ചർ ആണ്. ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയുടെ അണ്ടറിൽ വരുന്നതാണ് ഫിസിക്കൽ ബാരിയേഴ്സ്, കെമിക്കൽ ബാരിയേഴ്സ്, ബയോളജിക്കൽ ബാരിയേഴ്സ്, ജനറൽ ബാരിയേഴ്സ്. അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റിയിൽ വരുന്നതാണ് നാച്ചുറലി അക്വയർഡ് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി, ആർട്ടിഫിഷ്യലി അക്വയർഡ് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി, നാച്ചുറലി അക്വയർഡ് പാസീവ് ഇമ്മ്യൂണിറ്റി, ആർട്ടിഫിഷ്യലി അക്വയർഡ് പാസീവ് ഇമ്മ്യൂണിറ്റി. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി ആണ്. ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്നുള്ളത് നോൺ സ്പെസിഫിക് നേച്ചർ ആണ്. ഇറ്റ് ഈസ് എ ഫസ്റ്റ് ലൈൻ ഓഫ് ദ ഡിഫൻസ്. ഇത് ഫസ്റ്റ് ലൈൻസ് ഡിഫൻസ് മെക്കാനിസം ആണ്. സ്കിൻ ഈസ് ദ ലാർജസ്റ്റ് ഓർഗൻ ഇൻ ദ ഹ്യൂമൻ ബോഡി. സ്കിന്നാണ് ഹ്യൂമൻസിലെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ഓർഗൻ. 50% ഓഫ് ദി അഡൽട്ട് ബോഡി വെയ്റ്റ്. സ്കിൻ തന്നെയാണ് 50% അഡൽട്ട് ബോഡിയുടെ വെയിറ്റ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. സ്കിൻ പ്രൊവൈഡ് മെക്കാനിക്കൽ ബാരിയേഴ്സ് ടു പ്രിവെന്റ് ദ എൻട്രി ഓഫ് മൈക്രോ ഓർഗാനിസം ആൻഡ് വൈറസ്. സ്കിൻസ് ആണ് മൈക്രോ ഓർഗാനിസത്തിന്റെ വൈറസസിന്റെയും എൻട്രീനെ പ്രിവെന്റ് ചെയ്യുന്ന ഒരു ബയോളജിക്കൽ ബാരിയർ. Acidic environment of the skin surface inhibit the growth of certain microorganisms. നമ്മുടെ സ്കിന്നിൻ്റെ അസിഡിക് ആയിട്ടുള്ള എൻവയോൺമെൻറ്റ് പലതരത്തിലുള്ള മൈക്രോ ഓർഗാനിസത്തിൻ്റെ ഗ്രോത്തിനെയും ഇൻഹിബിറ്റ് ചെയ്യുന്നുണ്ട്. സ്വെറ്റ് കണ്ടെയ്ൻസ് ആൻ എൻസൈം ലൈസോസൈംസ് ഡിസ്ട്രോയ് ദ ബാക്ടീരിയൽ സെൽ വാൾ. നമ്മുടെ വിയർപ്പിലുള്ള ലൈസോസൈംസ് ബാക്ടീരിയൽ സെൽ വാളിനെ ഡിസ്ട്രക്ഷൻ നടത്തും. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അഡാപ്റ്റീവ് ഓർ അക്വയർഡ് ഇമ്മ്യൂണിറ്റിനെ കുറിച്ചാണ്. ഇത് സ്പെസിഫിക് ആയിട്ടൊരു ഇമ്മ്യൂണിറ്റിയാണ്. റെക്കഗ്നൈസിങ് ആൻഡ് സെലക്റ്റീവ്ലി എലിമിനേറ്റിംഗ് സ്പെസിഫിക് ഫോറിൻ മൈക്രോ ഓർഗാനിസം ആൻഡ് മോളിക്യൂൾസ്. അഡാപ്റ്റീവ് അല്ലെങ്കിൽ അക്വയർഡ് ഇമ്മ്യൂണിറ്റിയിലെ സെലക്റ്റീവ് ആയിട്ടുള്ള ഫോറിൻ മൈക്രോ ഓർഗാനിസം അല്ലെങ്കിൽ ഫോറിൻ പാർട്ടിക്കിളിനെയാണ് ഇവിടെ എലിമിനേറ്റ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ സെക്കൻഡ് ലൈൻ ഓഫ് ഡിഫൻസ്. ഇത് സെക്കൻഡ് ലൈൻ ഡിഫൻസ് മെക്കാനിസം ആണ്. It requires prior contact with the microorganism and has a long memory. ഈ അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി നിന്ന് നമുക്ക് ലഭിക്കുന്നത് ഏതെങ്കിലും മൈക്രോ ഓർഗാനിസമായിട്ട് കോണ്ടാക്ട് ഉണ്ടായി അതിൽ നിന്ന് നമ്മൾ അവയെ ചെറുത്ത് തോൽപ്പിച്ചതിന് ശേഷം നമ്മുടെ സെക്കൻഡറി മെമ്മറി ഇതുവഴി നമുക്ക് ഉണ്ടാകുന്നുണ്ട്. ഇറ്റ് ഹെൽപ്സ് റാപ്പിഡ് റിമൂവൽ ഓഫ് മൈക്രോ ഓർഗാനിസം ഓൺ ഇറ്റ് സെക്കൻഡ് ഓർ തേർഡ് ടൈം ഓഫ് എൻട്രി. അതായത് പിന്നീട് നമ്മൾ ഇവയെ ചെറുത്ത് തോൽപ്പിച്ചതിന് ശേഷം നമ്മുടെ മെമ്മറി സെൽസ് ഉണ്ടായിരിക്കും. പിന്നീട് ഈ സെയിം മൈക്രോ ഓർഗാനിസം റീഎൻട്രി നമ്മുടെ ബോഡിയിലേക്ക് ചെയ്യുകയാണെങ്കിൽ ഈ മെമ്മറി സെൽസ് ആക്റ്റീവ് ആയിട്ടാണ് ഈ മൈക്രോ ഓർഗാനിസത്തിനെ പിന്നെ ഇറാഡിക്കേറ്റ് ചെയ്യുന്നത്. നാച്ചുറലി അക്വയർഡ് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നാച്ചുറലി അക്വയർഡ് ആയിട്ടുള്ള ആക്റ്റീവ് ഇമ്മ്യൂണിറ്റിയെ കുറിച്ചാണ്. Immune system responds by producing antibodies and sensitized lymphocytes that inactivate or destroy antigen. Immune system പിന്നീട് വല്ല ആൻറ്റിജന് നമ്മുടെ ബോഡിയിലോട്ട് കടന്നു വരുമ്പോൾ ആൻറ്റിബോഡീസിനെ ഉണ്ടാക്കി അതിനെ ഇനാക്ടിവേറ്റ് ആണ് ഇവിടെ ചെയ്യുന്നത്. ഇമ്മ്യൂണിറ്റി വിൽ ബി ലൈഫ് ലോങ് ഓർ ലാസ്റ്റ് ഫോർ ഓൺലി എ ഫ്യൂ ഇയേഴ്സ്. ഈ നാച്ചുറലി അക്വയർഡ് ഇമ്മ്യൂണിറ്റി വഴി നമുക്ക് ചിലപ്പോൾ കിട്ടുന്ന നമ്മുടെ ഈ ഇമ്മ്യൂണിറ്റി ലൈഫ് ലോങ് ആയിട്ട് കിട്ടും, അല്ലെങ്കിൽ ചിലപ്പോൾ ഏതാനും വർഷങ്ങളോളമാണ് നമ്മളിൽ നിലനിൽക്കുള്ളൂ. ഇപ്പോൾ ചിക്കൻ ബോക്സും മീസൽസും ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ലൈഫ് ലോങ് ആയിട്ടാണ് മെമ്മറി സെൽസ് ഉണ്ടായിട്ട് ഇത് തമ്മിൽ ഉണ്ടാവുക. ഈ ഇമ്മ്യൂണിറ്റി നമുക്ക് ഗെയിൻ ചെയ്യുന്നത് ടെറ്റനസ് ആണെന്ന് വെച്ചാൽ ഇയേഴ്സിൽ മാത്രമായിട്ടാണ് നമുക്കിപ്പോൾ ലഭിക്കുള്ളൂ. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നാച്ചുറലി അക്വയർഡ് പാസീവ് ഇമ്മ്യൂണിറ്റിനെ കുറിച്ചാണ്. ട്രാൻസ്ഫർ ഓഫ് ആൻറ്റിബോഡീസ് ഫ്രം വൺ ഹോസ്റ്റ് ടു അനദർ. ഇവിടെ ആൻറ്റിബോഡീസ് നമുക്ക് ലഭിക്കുന്നത് ഒരു ഹോസ്റ്റിൽ നിന്ന് മറ്റൊന്നിലേക്കാണ്. ഇതിന് ഏറ്റവും നല്ല എക്സാമ്പിൾ എന്ന് പറയുന്നത് പ്രഗ്നന്റ് വിമൻസിൻ്റെ ആൻറ്റിബോഡീസ് കുഞ്ഞിൽ ലഭിക്കുന്നത് പ്ലാസൻ്റ വഴിയാണ്. ഡ്യൂറിങ് ദീസ് ട്രാൻസ്ഫർ ന്യൂബോൺ ഗെറ്റ് ഇമ്മ്യൂണിറ്റി അഗെയിൻസ്റ്റ് സം ഡിസീസ്.
ഇങ്ങനെ വരുമ്പോൾ അമ്മയിൽ നിന്ന് ലഭിക്കുന്ന ഈ ആന്റിബോഡീസ് വഴി കുഞ്ഞിനെ പലതരത്തിലുള്ള അസുഖങ്ങളെ റെസിസ്റ്റ് ചെയ്യാനുള്ള ഇമ്മ്യൂണിറ്റി സ്വയമേവ ലഭിക്കുന്നു. Some antibodies pass through the colostrum. These immunity lasts only short time. ഇങ്ങനെ ലഭിക്കുന്ന ഇമ്മ്യൂണിറ്റി കുഞ്ഞിന് ലഭിക്കുന്നത് കുറച്ച് നാളത്തേക്ക് മാത്രമാണ് നിലനിൽക്കുള്ളൂ. അതായത് കൊളസ്ട്രം വഴി ലഭിക്കുന്ന ആന്റിബോഡീസ്. അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആർട്ടിഫിഷ്യലി അക്വയർഡ് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റിനെ കുറിച്ചാണ്. വാക്സിൻ ഈസ് a preparation of a killed microorganism or inactivate bacterial toxins that are administered to an animal to induce immunity artificially. Artificially acquired active immunity യുടെ എക്സാമ്പിൾ ആണ് വാക്സിൻ എന്ന് പറയുന്നത്. വാക്സിൻ വഴി നമുക്ക് ഇമ്മ്യൂണിറ്റി ആർട്ടിഫിഷ്യലി നമ്മളിലേക്ക് ഇമ്മ്യൂണിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. വാക്സിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കില്ല് ചെയ്തിട്ടുള്ള മൈക്രോ ഓർഗാനിസം അല്ലെങ്കിൽ ഇനാക്ടിവേറ്റ് ചെയ്തിട്ടുള്ള ബാക്ടീരിയൽ ടോക്സിൻ ആണ് നമ്മൾ വാക്സിൻ ആയിട്ട് ഉപയോഗിക്കുന്നത്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആർട്ടിഫിഷ്യലി അക്വയർഡ് പാസീവ് ഇമ്മ്യൂണിറ്റി. When antibodies produced in an animal or specific method in vitro and introduced into the host. ഇതിലെ ആന്റിബോഡീസ് ഉണ്ടാക്കുന്നത് ആനിമൽസ് വഴി ആന്റിബോഡീസ് ഉണ്ടാക്കും. അതല്ലെങ്കിൽ ഇൻവിട്രോ ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് ആന്റിബോഡീസിനെ ഉണ്ടാക്കിയിട്ട് അതിനെ ഹോസ്റ്റിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് ആർട്ടിഫിഷ്യലി അക്വയർഡ് ആയിട്ടുള്ള പാസീവ് ഇമ്മ്യൂണിറ്റി ലഭിക്കും. ഇനി ഇമ്മ്യൂണിറ്റിനെ തന്നെ ടൈപ്സ് ഓഫ് മെറ്റീരിയൽ അല്ലെങ്കിൽ സെല്ലിനെ ബേസ് ചെയ്തിട്ട് രണ്ട് ടൈപ്പായിട്ട് തിരിച്ചിട്ടുണ്ട്. അതാണ് ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റിയും സെല്ലുലാർ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റിയും. ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി എന്നുള്ളതിലെ ആന്റിബോഡി മീഡിയേറ്റഡ് ആണ്. സെല്ലുലാർ ഇമ്മ്യൂണിറ്റി എന്നുള്ളത് സെൽ മീഡിയേറ്റഡ് ആണ്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി ആണ്. These immunity obtained by the action of soluble proteins called antibodies that occur in the body fluids and on the plasma membrane of B lymphocyte. Circulating antibodies bind to bacteria, toxins or any proteinaceous material, make them neutralized or degraded by various mechanisms. ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി നമുക്ക് ലഭിക്കുന്നത് സോലുബിൾ പ്രോട്ടീൻസ് ആയിട്ടുള്ള ആന്റിബോഡീസ് വഴിയാണ്. ബോഡിയിൽ സർക്കുലേറ്റ് ചെയ്യുന്ന ഈ ആന്റിബോഡീസ് ബാക്ടീരിയ, ടോക്സിൻ അല്ലെങ്കിൽ പ്രോട്ടീനേഷ്യസ് മെറ്റീരിയൽ ആയിട്ടും ബൈൻഡ് ചെയ്ത് അവയുടെ ആക്ടിവിറ്റീനെ ഡീഗ്രേഡ് ചെയ്ത് നശിപ്പിക്കുകയാണ് ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി വഴി ചെയ്യുന്നത്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെല്ലുലാർ ഇമ്മ്യൂണിറ്റി ആണ്. This immunity obtained by the action of specific kind of T lymphocyte that directly attacks cells infected with viruses or parasites, transplanted cells or organ and cancer cells. ഈ ഇമ്മ്യൂണിറ്റി നമുക്ക് ലഭിക്കുന്നത് സ്പെസിഫിക് ആയിട്ടുള്ള ടി ലിംഫോസൈറ്റിന്റെ സഹായത്താലാണ്. ഇവിടെ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള വൈറസ് അല്ലെങ്കിൽ പാരസൈറ്റ്, അതുമല്ലെങ്കിൽ ട്രാൻസ്പ്ലാന്റഡ് ആയിട്ടുള്ള സെൽസ്, ട്രാൻസ്പ്ലാന്റഡ് ആയിട്ടുള്ള ഓർഗൻസ് അല്ലെങ്കിൽ ക്യാൻസർ സെൽസ്, ഇവയെ ഡയറക്റ്റ് ആയിട്ട് അറ്റാക്ക് ചെയ്തിട്ട് കില്ല് ചെയ്ത് നശിപ്പിക്കുകയാണ് സെല്ലുലാർ ഇമ്മ്യൂണിറ്റിയിൽ നടക്കുന്നത്. T lymphocyte can lyse these cells or release chemicals, that is cytokines, that enhance specific and non-specific defense mechanism. T lymphocyte ഇത്തരം സെൽസിനെ ലൈസ് ചെയ്യുന്നത് വഴിയായിട്ട് സൈറ്റോകൈൻസിനെ റിലീസ് ചെയ്യും. ഇവ സ്പെസിഫിക്കും നോൺ സ്പെസിഫിക്കുമായിട്ടുള്ള ഡിഫൻസ് മെക്കാനിസത്തിനെ ആക്റ്റീവ് ചെയ്യിക്കും. അതായത് നോൺ സ്പെസിഫിക് ഡിഫൻസ് മെക്കാനിസത്തിന് എക്സാമ്പിളുകളാണ് ഫാഗോസൈറ്റോസിസും ഇൻഫ്ലമേഷൻ എന്നുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.